കുട്ടികളും മുതിർന്നവരും ഒരേപോലെ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും ഒക്കെ നമുക്ക് കഴിക്കാം. ഇത് കണ്ടോ, ഞാൻ ഇന്നലെ വെള്ളത്തിയിട്ട് വെച്ച സൂചിഗോതമ്പാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം വെള്ളത്തിയിട്ടുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് വേവിക്കാൻ വലിയ പാടൊന്നും വരത്തില്ല. അപ്പോൾ ഞാനിത് കഴുകി വൃത്തിയാക്കി കുക്കറിലോട്ടിടുവാണ്. കുക്കറിൽ ഒരു വിസിൽ മാത്രമേ കേൾപ്പിക്കുന്നുള്ളൂ. നേരത്തെ തന്നെ വെള്ളത്തിയിട്ട് കുതിർത്ത് വെക്കാതെ എടുത്ത് അപ്പോഴേ തന്നെ ഉപയോഗിക്കാനായിട്ട് കുക്കറിലിട്ട് വിസിൽ കേൾപ്പിക്കുവാണെങ്കിൽ കുറച്ചധികം നേരം കുക്കറിയിട്ട് വേവിക്കേണ്ടതായിട്ട് വരും. എന്നുവെച്ചാൽ ഇതിന് നല്ല വേവുള്ള ഒരു ഐറ്റമാണ്. അതുപോലെ നമുക്ക് ജോലിക്കൊക്കെ പോകുന്നവർക്കേ തലേന്ന് വെള്ളത്തിയിട്ട് വെച്ചിരുന്നാൽ രാവിലെ എടുത്തത് ഇങ്ങനെ ഒരു വിസിൽ കേൾപ്പിച്ചാൽ മതിയല്ലോ. അപ്പോൾ തന്നെ കുറച്ച് പാലൊഴിച്ച് കഞ്ഞിയായിട്ടായാലും അല്ല എങ്കിൽ ഉപ്പുമായിട്ടായാലും കുറച്ച് എളുപ്പമുള്ളൊരു പരിപാടിയാണ് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ് അങ്ങനെ കൂടുതലായിട്ട് ഉണ്ടാവത്തില്ല. നമുക്ക് നല്ല ആരോഗ്യത്തിന് നല്ലൊരു ഐറ്റവും കൂടാണിത്. അതുപോലെ അസുഖങ്ങൾ ഷുഗറൊക്കെ ഉള്ളവർക്ക് പാലും ഒന്നും ഒഴിക്കാതെ പഞ്ചസാരയൊന്നും ഇടാതെ ഉപ്പൊഴിച്ച് കഞ്ഞിയായിട്ടായാലും ഇത് കഴിക്കാം. അപ്പോൾ അതേ നമ്മൾ ഒരു വിസിൽ മാത്രം കേൾപ്പിച്ചു എടുത്തു. നന്നായി വെന്ത് കിട്ടി കേട്ടോ. ഞാൻ രാത്രി വെള്ളത്തിയിട്ട് വെച്ചിരുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് വെന്തു. അപ്പോൾ കുറച്ച് പാലൊഴിച്ചു. ഇത് മക്കൾക്ക് കൊടുക്കാനാണേ, അവർക്ക് ഒത്തിരി ഇഷ്ടമാണിത്. അപ്പോൾ അവർക്ക് നന്നായിട്ട് പാലൊക്കെ ഒഴിച്ചു, പഞ്ചസാരയൊക്കെ ഇട്ടു. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കേട്ടോ. അപ്പോൾ ഇത് നല്ല പായസം പോലെ തന്നെ ഇരിക്കും. പായസം അല്ല, നമ്മൾ ഏലക്കയോ അങ്ങനെയുള്ളതൊന്നും ഇടുന്നില്ല. അപ്പോൾ അതങ്ങനെ കഞ്ഞി പോലെ ആക്കിയെടുത്തു, പാൽക്കഞ്ഞി പോലെയൊക്കെ ആക്കിയെടുത്തു. അതുപോലെ തന്നെ ഇത് വെള്ളത്തിൽ ഇടുമ്പോൾ ഉണ്ടല്ലോ, ഇതങ്ങ് കുതിർന്നങ്ങ് വിളഞ്ഞങ്ങ് കയറുന്ന രീതിയുണ്ട്. അപ്പോൾ കുറച്ച് സാധനം ഇട്ടാൽ മതി, കൂടുതലായിട്ട് സാധനം നമുക്ക് വേവിക്കുമ്പോൾ കിട്ടുന്നുണ്ടത്. അപ്പോൾ നമ്മുടെ സൂചിഗോതമ്പ് പാലൊക്കെ ഒഴിച്ച് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇച്ചിരി ഉപ്പൂടി ഇടണം കേട്ടോ, എന്നാലാണ് കുറച്ചുകൂടെ ടേസ്റ്റ് വരുന്നത്. ഒരു ലേശം ഉപ്പ്, ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. ഇനിയപ്പോഴേ നമുക്ക് ഈ പാൽക്കഞ്ഞിയായിട്ട് കുടിക്കാൻ ഇഷ്ടമല്ല എങ്കിൽ നമുക്കത് ഉപ്പാവായിട്ട് ഉണ്ടാക്കി അതിൻ്റെ കൂടെ ചായയൊക്കെ ആയിട്ടും കഴിക്കാം, രാവിലെയോ വൈകിട്ടോ ഒക്കെ ആയിട്ട്. അപ്പോൾ അതിനായിട്ട് ഒരു സവാള എടുത്തു, അതിനകത്ത് കുറച്ച് മതി, തോനെയും സവാളയൊന്നും അരിഞ്ഞ് ഇടണ്ട. പിന്നെ ക്യാരറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇടാം, എൻ്റെ ക്യാരറ്റ് ഇല്ലായിരുന്നു. പിന്നെ ഇഞ്ചിയും പിന്നെ പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ അങ്ങോട്ടിട്ട് ഒന്ന് കടുവൊക്കെ പൊട്ടിച്ച് ഈ വേവിച്ച് വെച്ചേക്കുന്ന സൂചിഗോതമ്പ് അതിനകത്തോട്ട് അങ്ങ് എടുത്തിടുവാണേ. അപ്പം വെള്ളം ഉണ്ട് എങ്കിൽ വെള്ളം അങ്ങ് തോർത്തി എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഇത് വെള്ളമൊന്നും ഇല്ലാതെ ആണ് കിട്ടിയേക്കുന്നത് കുക്കറിനകത്ത് വേവിച്ചപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അടച്ച് വെച്ച് വേവിക്കേണ്ട കാര്യമൊന്നും വന്നില്ല, നന്നായി വെന്തിരിക്കുവാണല്ലോ. അതിനകത്തോട്ട് പിന്നെ നമ്മൾ കുറച്ച് തേങ്ങയും പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടെയൊക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്തു. പഞ്ചസാര വേണമെന്നുള്ളവർ ഇട്ടാൽ മതിയേ. പിന്നെ ഉപ്പും ഇട്ടിട്ടുണ്ട് കേട്ടോ, ഉപ്പില്ലാതെ ടേസ്റ്റ് വരത്തില്ല. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സൂചിഗോതമ്പ് ഉപ്പാവും സൂചിഗോതമ്പ് കഞ്ഞിയാണ് നമ്മളിന്ന് ചെയ്തേക്കുന്ന 2 ഐറ്റങ്ങളാണ് സൂചിഗോതമ്പ് വെച്ചിട്ട്. ഇഷ്ടമായി എന്ന് വെച്ചാൽ നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കേ. എന്നപ്പോൾ നിർത്തുക. അപ്പോൾ അടുത്ത വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.